ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ഒരു ഇന്റർവ്യൂവർ ചോദിക്കുകയാണ്, നിങ്ങൾ അഹങ്കാരിയാണെന്ന് ആളുകൾ പറയുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന്. അതിന് മറുപടിയായി ക്രിസ്ത്യാനോ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. ഞാൻ അഹങ്കാരിയാണ് എന്ന് പറയുന്ന ആളുകളോടൊപ്പം ഒരു ഡ്രിങ്ക് കുടിക്കാനും ഒരു ദിവസം ചിലവഴിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് രീതിയിലാണ് അവരെന്നെ വെറുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. കാരണം യഥാർത്ഥ ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ അവരെന്നോട് സംസാരിക്കുകയോ എന്റെ കൂടെ സമയം ചിലവഴിക്കുകയോ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുകയോ ചെയ്യണം. ചിലപ്പോൾ ഫുട്ബോൾ ലോകത്ത് പലരുടെയും ഇടയിൽ എനിക്കൊരു മോശം പ്രതിച്ഛായ ഉണ്ടാകാം. കളിക്കളത്തിൽ ഞാനൊരു ഗൗരവക്കാരനാണ്, കാരണം ഞാൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാര്യങ്ങളെ കാണുന്നത്. എന്നാൽ വ്യക്തിപരമായി എന്നെ അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരിക്കലും തന്നെ വെറുക്കാൻ സാധിക്കില്ല എന്നാണ് ക്രിസ്ത്യാനോ ഒരു പുഞ്ചിരിയോടുകൂടി പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കിയാൽ ക്രിസ്ത്യാനോയെ പോലെ തന്നെ പലരുടെയും മുന്നിൽ നമ്മളും ഒരു അഹങ്കാരികളല്ലേ? ഏത് സാഹചര്യമാണ് അയാളെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നതുപോലും ചിന്തിക്കാണ്ട് നമ്മളും പലരെ അഹങ്കാരികളെന്ന് വിളിക്കാറില്ലേ? പല സന്ദർഭങ്ങളിലും സത്യത്തിന്റെ മുഖം തെളിയുന്നതിന് മുൻപേ തന്നെ നമ്മൾ തന്നെ ന്യായാധിപനും കോടതിയുമായി അവരർഹിക്കാത്ത ശിക്ഷ നടപ്പാക്കാറില്ലേ? ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ആ വലിയ മനുഷ്യനെ ആരൊക്കെ തന്നെ പരിഹസിച്ചാലും കുറ്റപ്പെടുത്തിയാലും പറങ്കികളെ വെറുത്തിരുന്ന നമ്മുടെ നാട്ടിൽ ആ രാജ്യത്തിന്റെ കൊടി എന്ന് പറക്കണമെങ്കിൽ, പോർച്ചുഗൽ എന്ന രാജ്യത്തെ ലോക ഫുട്ബോൾ വേദിയിൽ ഇത്ര പ്രശസ്തിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ പേരേ ഉള്ളൂ, ക്രിസ്ത്യാനോ റൊണാൾഡോ.